ഹലോ കുഞ്ഞുങ്ങളെ. അപ്പോഴേ നല്ലത് പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല, മോശമാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അത് നമ്മുടെ വീഡിയോയുടെ വ്യൂസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ ഇന്നലെ നടന്ന ഒരു സംഭവത്തിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടെ കാഴ്ചക്കാർ എത്ര പേരുണ്ടായിരുന്നു എന്ന് ഞാനിങ്ങനെ നോക്കായിരുന്നു. അപ്പോൾ ആയിക്കോട്ടെ, അത് നമുക്ക് ദുഃഖമില്ല ഒന്നുമില്ല കേട്ടോ. പിന്നെ എന്തോ ഒരു വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട്, അതാണ് ഇടയ്ക്കിടയ്ക്ക് മിന്നുന്നത്. ഞാൻ ഷോർട്ട് വീഡിയോയിലൂടെ അറിയിക്കാമെന്ന് കരുതാണ്. പിന്നെ ഞാൻ കരുതി വീഡിയോ തന്നെ എടുക്കാം, വീഡിയോ എടുത്ത് തന്നെ നമുക്കിടാം എന്ന് അങ്ങനെ വിചാരിച്ചു കേട്ടോ. നീണ്ടു പോകുന്നതിൽ നിങ്ങൾക്ക് അരോചകമൊന്നും തോന്നത്തില്ലല്ലോ അല്ലേ? അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. കൂടുതലൊന്നും ഞാൻ പറയാനും ഉദ്ദേശിക്കുന്നില്ല, നിങ്ങളെ ബോറടിപ്പിക്കാനും ഉദ്ദേശിക്കുന്നില്ല. എന്നിരുന്നാൽ കൂടി ഒന്ന് പറഞ്ഞോട്ടെ. ഒരു കുട്ടിയുടെയും കുഞ്ഞിൻ്റെയും മരണം നടന്നത് പറഞ്ഞപ്പോൾ അതിന് പ്രതികരിക്കാൻ ആരുമില്ല. ഏറെക്കുറെ പേരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതങ്ങനെ ആവത്തുള്ളൂ. സമൂഹം അങ്ങനെയാണ്. എല്ലാവരും സമൂഹത്തിനെ നോക്കി ജീവിക്കുന്നതിന് അല്ല എന്ന് നിങ്ങളെ കൊണ്ട് പറയാൻ കഴിയുമോ? ഇല്ല. സമൂഹത്തിനെയും ബന്ധുമിത്രാദികളെയും നോക്കി ജീവിക്കുന്നവർ, അവരെ തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ നടക്കുന്നവർക്ക് നഷ്ടങ്ങളുടെ കണക്കുകളും ദുഃഖങ്ങളുടെ കണക്കുകളും ഒത്തിരി പറയാനുണ്ടാവും. ഈ വീഡിയോ ഞാൻ അങ്ങേറ്റം നീട്ടിപ്പറയുന്നില്ല. ഇന്ന് അന്തരിച്ച നേതാവിന് ഒരുപാട് എനിക്കിഷ്ടമാണ്. അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ബാക്കി കാര്യത്തിലോട്ട് ഞാൻ കിടക്കട്ടെ. മരണം ഇപ്പം എത്രയായി അടുപ്പിച്ച് നമ്മൾ വാർത്ത കേട്ടോ. ഇന്നലെ കണ്ണൂർ കുട്ടിയും കുഞ്ഞും കൂടെ പുഴയിൽ ചാടി മരിച്ചു. അതും അവിടുത്തെ പീഡനം. ആ കുഞ്ഞിനെ ചൊല്ലിയുള്ളൊരു അവകാശമാണ് ആ കുട്ടി ആത്മഹത്യയിലോട്ട് അത് നയിച്ചത്. നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടോ എന്ന്? ഉണ്ട്. ഒരു കുഞ്ഞിന് വേണ്ടി മാത്രം കെട്ടുന്നവരുണ്ട്. അത് അവർക്ക് വേണ്ടിയിട്ടാണ്. അത് അവരുടെ വീട്ടിലെ മറ്റംഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കുഞ്ഞ് അവരുടെ സ്വത്ത് നിലനിർത്താൻ ഒരു കുട്ടി വേണം. അപ്പം അതിന് കണ്ടെത്തുന്ന ഒരു ഉപായമാണ് ഇഷ്ടമില്ലാത്ത മകനെ കൊണ്ട് ഒരു പെണ്ണിനെ കെട്ടിക്കുകയാണ്. വരുമ്പോൾ ഭയങ്കര അഭിനയ പാഠവുമായിരിക്കും. അയ്യോ പാവം നമുക്കും തോന്നും. ഇത്രയും നല്ലൊരു വീട്ടുകാരെന്ന് നമുക്ക് തോന്നും. മണ്ടൂസ് പെൺപിള്ളേരുടെ വീട്ടുകാർ, ഞാനുൾപ്പെടെ. എല്ലാം കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ അവകാശം അതും പറഞ്ഞ് വഴക്കായി ഒന്നുകിൽ ഇതുപോലുള്ള ആത്മഹത്യയിലേക്ക് നയിക്കും, അല്ലാന്നുണ്ടെങ്കിൽ കോടതി കേസുമായിട്ട് പോകും, ആ വഴിക്ക് പോകും. കുട്ടികളുടെ അവകാശ തർക്കം വരുമ്പോൾ അത് പിന്നെ കേസായി, അതങ്ങനെയായി. ഇങ്ങനെ ജീവിതകാലം മുഴുവൻ പടാരമടങ്ങി കുടുംബ കോടതിയുടെ മുറ്റത്തായിരിക്കും നടക്കുക. മനസ്സിലായില്ലേ? വീഡിയോ എടുക്കാനിരിക്കുമ്പോൾ എപ്പോഴും ഒരു ബ്രേക്ക് വരും. അന്നേരത്തെ ആരെങ്കിലും വിളിക്കും, എന്തെങ്കിലും മെസ്സേജ് വരും, എനിക്ക് ബ്രേക്ക് ആവും. ഇതിലാണ് ഈ ബട്ടൺ. അപ്പോൾ എന്നാലും ഞാൻ മുഴുവനെ ഒന്ന് പറഞ്ഞു വെച്ചിട്ട് പൊക്കോട്ടെ. നമ്മളെവിടെയാണ് പറഞ്ഞു നിർത്തിയെന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ആവർത്തനമാണെങ്കിൽ സദയം ക്ഷമിക്കുക. ശരിയല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്? അരോചകം തോന്നിയാലും കുഴപ്പമില്ല, എന്നോട് വെറുപ്പ് തോന്നിയാലും കുഴപ്പമില്ല. പറയാനുള്ളത് പറയണമല്ലോ. പെൺകുട്ടികളുടെ അമ്മമാർ നിർദ്ദേശിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള പെൺകുട്ടികളുടെ അമ്മമാരോട് പറയുന്നതാണ് കേട്ടോ. പണ്ടൊക്കെ പറയുമായിരുന്നു, മൗനം വിദ്വാനുഭൂഷണം, 2 കൈയും തട്ടിയാൽ ഒച്ച ഉണ്ടാവുള്ളൂ. അത് പഴഞ്ചൊല്ലിൽ പറയാനേ കൊള്ളാം. ഇന്നത്തെ കാലത്ത് ആ പഴഞ്ചൊല്ലും പറഞ്ഞ് അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരുന്നാൽ ഇതുമാതിരി ജീവൻ പോകും. അതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ, പ്രതികരിക്കുക പെൺകുട്ടികളെ നിങ്ങൾ പ്രതികരിക്കുക. നിങ്ങളോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്നറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട് പ്രതികരിക്കണമെന്ന്. നമ്മൾ ശബ്ദമുയർത്തുക, എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മളുടെ ജീവൻ പിടിച്ചു നിൽക്കാനുള്ളൊരു വഴി. അല്ലാണ്ട് പറ്റത്തില്ല ഈ ലോകത്ത്. ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക, ശബ്ദമുയർത്തുക, നമുക്ക് വേണ്ടി ശബ്ദമുയർത്തുക. ഞാൻ പെൺകുട്ടി എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി എൻ്റെ ജീവിതം മുന്നോട്ട് പോവുക കേട്ടല്ലോ.
പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടക്കേടുകൾ ഉണ്ടാവുന്നില്ല. എന്നിരുന്നാലും സാരമില്ല, പ്രതികരിക്കുക. ഇക്കാലത്ത് പ്രതികരിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. മൗനമായിട്ടിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. മരണം ഇപ്പം എത്രയായി? അടുപ്പിച്ച് മരണമായില്ലേ, 3 ഒരേ ഇത്. പിന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള ആൾ ഉണ്ടാവുമോ? ഉണ്ട്. ഇന്നത്തെ പയ്യന്മാരെല്ലാം ഇങ്ങനെ തന്നെയാണ്, മനസ്സിലായില്ലേ? അവർക്ക് അവരുടെ ജീവിതം, അവരുടെ കുടുംബം ലാവിഷായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടികളെ പിഴിഞ്ഞെടുത്ത് ജീവിക്കും. എങ്ങനെയൊന്നും നിങ്ങളെങ്ങനെയൊന്നും ചോദിക്കുമല്ലേ? പെൺകുട്ടികളെ ജോലിക്ക് വിടുക, അവർ പണിയെടുത്തുണ്ടാക്കുന്ന കാശോടെ ഉമ്മാർ കൈയടക്കി കൊണ്ടുപോകും. അതൊക്കെ നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ ഉറച്ച് തന്നെയാണ് പറയുന്നത്. സാങ്കല്പികമല്ല, യാഥാർത്ഥ്യമാണ് പറയുന്നത് കേട്ടോ. പെൺകുട്ടികളുടെ സാലറി, അവർക്ക് കിട്ടുന്ന എന്തെങ്കിലും ഇൻസെൻറ്റീവോ അതും ഇതുമല്ല. ഇവർ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ഇവരുടെ ഈ മൊബൈൽ ടു മൊബൈൽ ലിങ്ക് ഉണ്ടല്ലോ, അങ്ങനെയാക്കി ഇടും. ഒക്കെ വലിച്ചെടുത്തോണ്ട് പോകും. ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല. എന്തേലും ചോദിച്ചു കഴിഞ്ഞാൽ പേടിക്കാൻ പറയുന്നില്ല കേട്ടോ. വായടപ്പിക്കാനുള്ള ഉമ്മാരുടെ ആദ്യത്തെ നടപടി എന്താണെന്നറിയോ? ആദ്യം വീട്ടുകാരെ പറയുക എന്നുള്ളതാണ്. ഭാര്യമാരെ വീട്ടുകാരെ അങ്ങ് അധിക്ഷേപിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു കിട്ടും എന്നുള്ള ഇതിലാണ് അവന്മാർ പറയുക. എനിക്ക് ഏറ്റവും അടുത്തറിയാന്നുള്ള വ്യക്തികളുള്ളതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. ഇനി ആണുങ്ങളില്ലാന്ന് പറഞ്ഞാൽ അച്ഛൻ ഉപേക്ഷിച്ചു പോയി, അല്ല അച്ഛൻ മരിച്ചു പോയി, അങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങളുണ്ടല്ലോ. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ കിട്ടുന്നവരുണ്ടാവും. അങ്ങനെയുള്ള എന്നുവെച്ചാൽ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തോടുകൂടി വന്നങ്ങ് കെട്ടും. ഈ അമ്മയല്ലേ ഉള്ളൂ. അപ്പം അവരെ ഇതുപോലെ വല്ല മോശം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വായുടച്ച് മിണ്ടാണ്ടിരിക്കുമല്ലോ. പിന്നെ എന്താ, അവർ തന്നെ രാജാവ്, ഞാൻ തന്നെ രാജാവ് എന്ന് പറഞ്ഞ് നടക്കുന്ന കൂട്ടരുമുണ്ട്. കൂട്ടരാണ് ഇങ്ങനെയുള്ളവരൊക്കെ കേട്ടല്ലോ. ഇനിയിപ്പോൾ ഞാനിത് കേട്ട് ഞാനൊരു സിംഗിൾ പേരൻ്റ് തന്നെയാണ്. എൻ്റെ നല്ല പ്രായത്തിലെ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് എൻ്റെ ഭർത്താവ്, മനസ്സിലായില്ല. വേറൊരു പെണ്ണിൻ്റെ കൂടെ പോയതാണ്. എന്നേക്കാൾ കൂടുതൽ സുന്ദരിയും സുമുഖിയും ഒക്കെ ആയിട്ടുള്ളൊരു പെണ്ണിൻ്റെ കൂടെ ഇഷ്ടപ്പെട്ടു അങ്ങനെ പോയതാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ആ പുള്ളിയുടെ വീട്ടിലെ പുള്ളിയുടെ സ്വഭാവ വൈകൃതങ്ങളെല്ലാം ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ എനിക്കിതുപോലെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ കിട്ടിയതാണ്. പക്ഷെ ഞാൻ വീട്ടിൽ വന്ന് നിന്നിട്ടും നമുക്ക് സമാധാനം കിട്ടിയെന്ന് വെച്ചാൽ അതില്ല. എങ്കിലും നമുക്കൊരു സുരക്ഷാ ബോധം ഉണ്ട്, എന്നുവെച്ചാൽ നമ്മുടെ വീടല്ലേ എന്നുള്ള. പക്ഷെ കേൾക്കാനുള്ളതൊക്കെ എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും ഞാനും കേട്ടു. ഞാൻ നേരിട്ട് അനുഭവിച്ചതുകൊണ്ട് പറയുക കേട്ടോ. എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളെയൊക്കെ ഇതുപോലെ ഉപദ്രവിക്കണമാരെ, ഇതുപോലെയുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരോട് ജീവിക്കുന്നതോട് അവരെയൊക്കെ സപ്പോർട്ടീവാണ്. അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ള പറയുന്ന കൂട്ടരാണ്. ഇവർക്കൊക്കെ ഇവരുടെ സുഖം മാത്രമേ ഉള്ളൂ. പെൺമക്കളിലെ മരിച്ചാലും ആത്മഹത്യ ചെയ്ത അല്ല മരിച്ചു പോയാൽ ആ സഹതാപം ഇവർക്ക് കിട്ടും എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇങ്ങനെയുള്ള മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കുള്ള മനസ്സിലൊരു ചിന്ത. ഇതാണ്, ആ സഹതാപം കിട്ടും. ഇവർ ചെയ്യുന്നത് പുറത്തറിയില്ല, ഇവർ പറയുന്നതും പുറത്തറിയില്ല. പക്ഷേ മരിച്ചാൽ പെൺകുട്ടി മരിക്കുന്ന വീട്ടിലെ ആ സഹതാപം കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള പീഡനങ്ങൾ കൊണ്ടൊക്കെ മരിക്കുകയാണെങ്കിൽ, ആത്മഹത്യ ചെയ്യുകയോ മരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ അതൊക്കെ ഇങ്ങനെയുള്ള എൻ്റെ വീട്ടുകാർ ഒരുപാട് പ്രതീക്ഷിച്ചു കേട്ടോ. ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ ജീവിതാനുഭവം കൊണ്ട് ഞാൻ പഠിച്ചതാണ്. എൻ്റെ വീട്ടുകാരങ്ങനെ ഒരുപാട് പ്രതീക്ഷിച്ചു. പക്ഷെ മരണമൊന്നും നടന്നില്ല. ഞാൻ നല്ല രീതിക്ക് തന്നെ വന്നു കേട്ടോ. പ്രസവത്തിന് വന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞു എനിക്കിനി ആ പുള്ളിയുടെ ജീവിക്കാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു. പുള്ളിക്ക് നമ്മുടെ ഒരു അറ്റൻഷനിൽ കൂടെ വന്ന് താമസിക്കാൻ ഇഷ്ടമാണെങ്കിൽ വരുന്നോട്ടെ, എതിരൊന്നുമില്ല. സന്തോഷം 2 കൈ നീട്ടി സ്വീകരിക്കും. യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കില്ലായിരുന്നു. പക്ഷെ പുള്ളിക്ക് അതൊന്നും അനിവാര്യമല്ലായിരുന്നു.
മനസ്സിലായി. സ്വന്തമായി ഒരു തീരുമാനമെടുക്കാൻ കഴിവില്ലാത്തൊരു ബാക്കി ഞാൻ പറയുന്നില്ല, അങ്ങനെ ഒരു വ്യക്തി. അതൊക്കെ പറയും. അപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും എൻ്റെ പിൻതലമുറക്കാരുടെ അനുഭവങ്ങളിൽ നിന്നൊക്കെ ഞാൻ പറയുകയാണ് കേട്ടോ. ഒരുപാട് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. സ്ത്രീജനം, പെൺകുട്ടികൾ കുറേ വിദ്യാഭ്യാസമുണ്ടായെന്ന് പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല. അതിനനുസരിച്ച് നമ്മൾ പ്രതികരിച്ചേ പറ്റും ഇന്നത്തെ കാലത്ത്. മനസ്സിലായില്ലേ? പയ്യന്മാരെല്ലാം ഇന്ന് ഇങ്ങനെയാണ്. ഒരു സൈക്കോ മാതിരിയാണ് എല്ലാവന്മാരും. അവൻ്റെ ഉള്ളിലുള്ള സൈക്കോ വീട്ടുകാർക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ അത് വെറും ഒരു മുഖപടം മാത്രമാണ്. എനിക്കറിയാം, എനിക്ക് അത്ര അടുത്തറിയാമെന്നുള്ളത് കൊണ്ട് കൂടെ തന്നെയാണ് പറയുന്നത് കേട്ടോ. ഇങ്ങനെയുള്ളവരുടെ വീട്ടിലെ മാതാപിതാക്കൾ അവർക്ക് സപ്പോർട്ടാണ്, അവർക്കറിയാം. പക്ഷെ അവർക്ക് നേടാനുള്ളതൊക്കെ നേടണമല്ലോ. അതുകൊണ്ട് പിന്നെ എന്ത് തല്ലിയാലും എന്ത് ചെയ്താലും ഇങ്ങനെ കേട്ട് ആസ്വദിച്ച് ഒരിതിലിരിക്കും. ഇവ ഞാനൊന്നും അറിഞ്ഞില്ലേ ഇങ്ങനെയൊന്നും ആക്കിയെന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെയുള്ളവന്മാർ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? മുറിക്കകത്ത് കയറ്റി വാതിലടച്ച് കുട്ടിയിടും. ആദ്യമേ ചെയ്യുന്ന പണിയാണ് ഈ മാനസിക വൈകൃതമുള്ളവർ ചെയ്യുന്ന പണി. ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന അവന്മാർ എനിക്കിട്ട് പൂര ഇപ്പോൾ തരും. അതെനിക്കറിയാം. നല്ല വർത്തമാനമൊന്നും വരില്ല, മറ്റടുത്ത വർത്തമാനം പറയും. അതും എനിക്കറിയാം. കൂടി വന്നാൽ ഏത് ലെവൽ വരെ അവർ പറയും, ഏത് ലെവൽ വരെ അവർ പറയും. അതിനപ്പുറം പറയാനൊന്നുമില്ലല്ലോ, ഇല്ലേ? ഒരു സ്ത്രീ ശരീരത്തിൽ ആണുങ്ങൾ എന്തെല്ലാം കാണിച്ചു കൂട്ടാമോ അതെല്ലാം അവന്മാർ പറയും. പെണ്ണുങ്ങൾക്കും തിരിച്ചതുപോലെ പറയാമല്ലോ, അല്ലേ? അത് ആണുങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും പറ്റി നമുക്കും പറയാമല്ലോ, ഇല്ലേ? അല്ലേ? അത്രയല്ലേ പറയാൻ പറ്റത്തുള്ളൂ, അതിൽ കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. കൂടി വന്നാൽ പറയുമേ, അല്ലേ? അവളുടെ ഒക്കെ പറയും. സാരമില്ല, അതൊക്കെ കേൾക്കും. പക്ഷെ പറയുകയാണ്, ഇങ്ങനെയുള്ളവന്മാരുടെ ഫസ്റ്റ് പ്രവൃത്തി എന്താണെന്നറിയോ? മുറിക്കകത്ത് കൊണ്ടുപോവുക, വാതിലടച്ചാൽ കുറ്റിയിടും, മൊബൈൽ ഫോൺ വാങ്ങിച്ച് കൈക്കലാക്കുക ആദ്യം. അതും ചെയ്യും. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടാണ് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുക. ചീത്ത പറയുക, അടിക്കുക, തൊഴിക്കുക. വേണം അടിക്കുക, തൊഴിക്കുക എന്ന് പറഞ്ഞാൽ കടിക്കുക വരെ ചെയ്യും, കടിക്കുന്നത് വരെ ചെയ്യും. മനസ്സിലായില്ലേ? ഈ കാഴ്ചക്കാരായിട്ട് മാതാപിതാക്കൾ പുറത്ത്, കുട്ടികൾ വരെ പുറത്ത് ഉണ്ടാവും, വാതിലിന് പുറത്ത്. പക്ഷെ വാതിലടച്ച് ലോക്ക് ചെയ്തിരിക്കുക. ഈ പെൺകുട്ടിയെ ഒരു തരത്തിനും പുറത്ത് വിടത്തില്ല, ഒരു തരത്തിലും പുറത്ത് വിടത്തില്ല. എനിക്കറിയാവുന്നുള്ള വ്യക്തികളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെയുള്ള മാനസിക വൈകൃതങ്ങളുള്ളവരുടെ സ്വഭാവ രീതിയാണ്. മനസ്സിലായില്ലേ? ആ പെൺകുട്ടി തീർന്നു, മാനസികപരമായിട്ട് അവൾ മാനസികമായിട്ട് ഡൗണായി കഴിഞ്ഞു. അങ്ങനെ ആക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഇങ്ങനെ വൈകൃതങ്ങളുള്ള മകനെ എന്തിനവർ കെട്ടിക്കുന്നു, എന്തിന് കെട്ടിക്കുന്നു എന്ന് മാതാപിതാക്കളടുത്താണ് ചോദ്യം. ആൺകുട്ടികളൊക്കെ തന്നെയാണ്, ശരി തന്നെയാണ്. പക്ഷെ ഇങ്ങനെയുള്ളവന്മാരെ കൊണ്ട് പെണ്ണ് കെട്ടിക്കരുത്. അതൊരു പെൺകുട്ടിയുടെ ശാപം എന്ന് മാത്രമല്ല, കണ്ണുനീര് വീഴും അവിടെ. പിന്നെ അവിടെ കൊണ്ട് എന്താ പ്രയോജനം? തിരിച്ചടികൾ ആർക്കായാലും കിട്ടും. ഒരു വശം മാത്രമായിരിക്കില്ല, മറുവശത്തൊന്നും കിട്ടും. എന്നും ഒരു വശം മാത്രമേ വിജയിക്കുകയുള്ളൂ എന്ന് കാണിച്ചിട്ടാണ് ഈ വിധ കോപ്രായങ്ങൾ അത്രയും കാണിച്ചിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അടിവരായിട്ട് ഞാൻ പറയുകയാണ്. എനിക്ക് നേരിട്ട് നന്നായിട്ടറിയാം. ഈ മാനസിക പല മുഖങ്ങളാണ് അവർക്ക്. വീട്ടുകാരുടെ അടുത്തൊരു മുഖമായിരിക്കും, ഈ ഭാര്യയുടെ അടുത്തൊരു മുഖമായിരിക്കും, കുട്ടികളുടെ അടുത്തൊരു മുഖമായിരിക്കും, പുറത്തിറങ്ങി കൂടെ വർക്ക് ചെയ്യുന്നവരുടെ അടുത്ത് മറ്റൊരു മുഖമായിരിക്കും. മനസ്സിലായി? അതാണ്. പിന്നെ ഒപ്പം അതോടൊപ്പം സംശയരോഗം കൂടെ ഉണ്ടെങ്കിൽ പൂർത്തിയായി. ഈ വൈകൃതവും സംശയരോഗവും കൂടെ ആണെങ്കിൽ പൂർത്തിയായി. പക്ഷെ തിരുത്തി കൊടുക്കാൻ അവൻ്റെ മാതാപിതാക്കൾ സന്നദ്ധരാവുകയില്ല.
അതും എനിക്കറിയാം. ഒരുമാതിരി ഇളിപ്പിയ ചിരിയൊക്കെ ആയിട്ട് നിൽക്കും. പെൺകുട്ടി കരഞ്ഞാലും വിളിച്ചാലും ഒക്കെ. മനസ്സിലായോ? എനിക്ക് അങ്ങനെയുള്ള തന്തമാരെ, എനിക്ക് അങ്ങനെയുള്ള മാതാപിതാക്കളെ നല്ലപോലെ അറിയാമെന്നുള്ള ഇതുകൊണ്ട് അടിവരയിട്ട് ഞാൻ പറയുന്നത്. ഇത് ഞാൻ വെറും വാക്ക് പറയണതല്ല. മരണങ്ങൾ ഓരോന്നായിട്ട് നടന്നു കഴിയുമ്പോൾ നിങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അറിയാം ഈ പറയുന്നതിൻ്റെ സത്യാവസ്ഥ. പെൺകുട്ടിയുടെ വീട്ടുകാർ കുറ്റക്കാരല്ല എന്നല്ല ഞാൻ പറഞ്ഞു. പെൺകുട്ടികൾ വിഷമം പറയുമ്പോൾ ഇത്ര എന്നെക്കൊണ്ടാവുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുമ്പോൾ അത് ചോദിക്കാനുള്ള ധൈര്യം പെൺകുട്ടിയുടെ വീട്ടുകാർക്കുണ്ടാവണം. സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടാവണം. അവനെന്തോ ചെയ്യും, അവനും എൻ്റെ വീട്ടുകാരും എന്തോ ചെയ്യും. കൂടി പോയി കഴിഞ്ഞാൽ കയ്യാങ്കളിയാവുമായിരിക്കും, അല്ലെങ്കിൽ വാക്ക് തർക്കങ്ങൾ വരുമായിരിക്കും. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞാൽ വായിക്കൊള്ളാത്ത വർത്തമാനം പറയുമായിരിക്കും. നമുക്ക് കേൾക്കാൻ പറ്റാത്ത അറയ്ക്കുന്ന വെറുപ്പിക്കുന്ന ഭാഷകൾ ഉപയോഗിക്കുമായിരിക്കും. അതിലൊന്നും വീണു പോകാതെ തന്നെ നമ്മൾ ചോദിക്കണം. നമുക്ക് സ്നേഹിച്ചു പോകുന്നവരുടെ കാര്യം നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. കുടുംബക്കാരായിട്ട് കാണിച്ച് കൊടുത്ത് കെട്ടുന്ന കല്യാണങ്ങളുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. മനസ്സിലായില്ലേ? അത് പെൺകുട്ടികളുടെ വീട്ടുകാരുടെ നല്ലൊരു കുറച്ചുകൂടി ധൈര്യം കാണിച്ചേ പറ്റൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ മരണങ്ങൾ ഇനിയും കൂടും. ഇവന്മാരുടെ അട്ടഹാസം അഴിഞ്ഞാട്ട് ഇനിയും കൂടും. അതൊക്കെ തന്നെ നമ്മുടെ ഇവിടുത്തെ നിയമവ്യവസ്ഥയല്ലേ. നമുക്കൊന്നിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അങ്ങനെയുള്ള നിയമവ്യവസ്ഥയാണ്. മനസ്സിലായില്ലേ? അത് കുടുംബത്തിലെ ആരെങ്കിലും പിന്നെ വക്കീലോ മറ്റേ മജിസ്ട്രേറ്റോ മറ്റേ എന്തെങ്കിലുമൊക്കെ ആണ് കോടതികളിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ബലത്തിൽ ഇവർ നിഷ്പ്രയാസം പുഷ്പം പോലെ അവർ പറഞ്ഞാണ് അവർ ജയിക്കുന്നത്. അതും അങ്ങനെയുണ്ട്. അതുകൊണ്ട് പറയണം, പെൺകുട്ടികളുടെ വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ, അറിയാതെ നമുക്കിപ്പം നമ്മളിപ്പോൾ അവിടെ അവരെ ജീവിതത്തിൽ കയറി തലയിടാൻ പോകണ്ട. പക്ഷെ അവർ നിരന്തരം അവരുടെ വിഷമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്രതികരിക്കാനുള്ള മനസ്സ് കാണിക്കുക. പ്രതികരിക്കാതെ ഒന്ന് ചോദിക്കാനുള്ള മനസ്സ് കാണിക്കുക. മനസ്സിലായില്ലേ? പെൺകുട്ടികളുടെ വീട്ടുകാർ ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിനൊരു അവസരം ഉണ്ടാവുള്ളൂ. നിങ്ങളെന്താ ഒരു ശല്യം പോലെയാണോ പെൺകുട്ടികളെ ജനിപ്പിച്ചത്? ഞാൻ എൻ്റെ വീട്ടിൽ ചോദിക്കും കേട്ടോ, ഈ ചോദ്യം ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക. കാരണം പ്രവർത്തിക്കുന്ന എങ്ങനെയാണ് കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള മാതാപിതാക്കളാണെങ്കിൽ അത് ആദ്യമേ നിങ്ങൾക്ക് പെൺകുട്ടി ജനിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാം, ഇല്ലേ? അതിനെ ജനിപ്പിച്ച് വളർത്തി 10-21 വയസ്സ് വരെ വളർത്തി കെട്ടിച്ചും വിട്ട് പിന്നെ ദുരിതവും അനുഭവിച്ച് അത് പിന്നെ പെൺകുട്ടികളെ കെട്ടിച്ചു വിടണമെന്ന് മാത്രമല്ല, പെൺകുട്ടികളെ പടിയടച്ച് പിണ്ടം വയ്ക്കുന്നതിന് സമൂഹമാണ്. പോയ ആ വഴിക്ക് പോക്കോള്, പിന്നെ ഇവർക്ക് ഒരു പങ്കുമില്ല അതിനകത്ത് എന്നുള്ളൊരു. അതാണ് എല്ലാ എളുപ്പവും, അല്ലേ? അപ്പം ഇന്നത്തേക്കിത് പോരെ. എനിക്ക് ഒരുപാട് പറയണമെന്ന് തോന്നി കേട്ടോ. കഷ്ടമാണ് കേട്ടോ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുമ്പോൾ. എന്തിനാ? തീരാ നോവും തീരാ ദുഃഖവും ഒക്കെ തന്നെയാണ്. കുട്ടികളുള്ള ഒന്ന് ഓർത്തു നോക്കുക. ആ കുട്ടികളെ ശേഷിക്കുന്ന ജീവിതം അവരെങ്ങനെ ജീവിക്കുന്നുള്ളത്, ആരാ അവരെ പരിപാലിക്കുക എന്നൊക്കെ ഒന്ന് നോക്കുക. ഒന്ന് നമ്മൾ കുട്ടികൾ ജനിക്കാതെ മുൻപ് ഇങ്ങനെയൊക്കെ ചെയ്താലും നമുക്കതൊരു വിഷയം ഞാൻ പറയില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ പെൺകുട്ടികളെ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുക കേട്ടോ, വീട്ടുകാരും ഒപ്പം വീട്ടുകാരും. എന്നാൽ ഇങ്ങനെയുള്ള മാനസിക വൈകൃതങ്ങളുള്ളവരെയൊക്കെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തുള്ളൂ. ഭയങ്കരമാണ്, മനസ്സിലാക്കാനൊക്കെ ഒരുപാട് വിഷമമാണ് കേട്ടോ. എന്നാൽ നിമിഷം പ്രതിയാണ് ഇവരുടെ മൈൻഡ് മാറണം. ഇപ്പോൾ പറയുന്നതായിരിക്കില്ല അവർ തൊട്ടടുത്ത നിമിഷം പറയുക. നമ്മളടുത്ത് സംസാരിക്കുന്ന മാതിരി ആയിരിക്കില്ല ഇപ്പോഴാ പെൺകുട്ടിയോട് പെരുമാറുക. അവളെ ഭാര്യ മറ്റേ മുട്ടൻ ചീത്ത പറഞ്ഞിട്ടായിരിക്കും പുറത്ത് ഭാര്യയുടെ അമ്മയുടെ അടുത്ത് അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെയുള്ളവന്മാരാണ്. ഇനി ഈ പിന്നെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് വരില്ലേ, ഇതേ നാക്കുകൊണ്ട് തന്നെയാണ് അങ്ങോട്ട് തിരിഞ്ഞ് നിന്നിട്ട് ഈ പയ്യന്മാർ വീട്ടുകാരും ഉണ്ട് കേട്ടോ.
അമ്മമാർ ഭയങ്കരം, പറയാണ്ടിരിക്കുന്ന ഒത്തില്ല. അമ്മമാർ ഭയങ്കരികളാണ്, അമ്മമാരാണ്. അച്ഛന്മാരെ ഞാൻ വലുതായിട്ട് പറയാത്തതെന്ന് നമുക്ക് പെണ്ണുങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് മിടുക്കത്ത്. അതേ നാക്കുകൊണ്ട് തന്നെ ഈ അമ്മി എന്ന് വിളിച്ചവൻ തന്നെ അമ്മയ്ക്കിട്ട് നല്ലൊരു ഇത് വർത്തമാനം പറയുകയും നല്ലൊരു പേര് പറയുകയും ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, പറഞ്ഞാൽ ഏതറ്റം വരെ പോകുമെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടല്ലോ, അറിയാമായിരിക്കുമല്ലോ. അതിനപ്പുറം പോകാൻ പറ്റത്തില്ല. അതാണ് അവരങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്കും പെണ്ണുങ്ങൾ വിചാരിച്ചപ്പോൾ അവയവങ്ങൾ വച്ചിട്ടായിരിക്കുമല്ലോ വൃത്തികേടുകൾ പറയുക, ഇല്ലേ? ഇതേ അവയവങ്ങൾ തന്നെ ആണുങ്ങൾക്കുണ്ടല്ലോ, ഇല്ലേ? അപ്പോൾ ഈക്കലീക്ക് അല്ലേ? എത്ര തറയായിട്ട് പറഞ്ഞാലും മോശമായിട്ട് പറഞ്ഞാലും വികൃതമാക്കി പറഞ്ഞാലും അവിടെയൊക്കെ നമുക്ക് അതിനപ്പുറം പറയാം. എന്താ ശരിയല്ലേ പെൺകുട്ടികളെ? ഉണർന്ന് പ്രവർത്തിക്കുക കേട്ടോ, ഉണർന്ന് പ്രവർത്തിക്കുക. എനിക്ക് ഈ മരണമൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു നോക്കട്ടെ ഭയങ്കര വിഷമമൊക്കെയാണ്. അതുകൊണ്ട് പറഞ്ഞു പോണതാണ്. ഇഷ്ടപ്പെടാത്തവർ സ്കിപ്പ് ചെയ്ത് പോകും, ഇഷ്ടപ്പെടുന്നവർ കാണുക. മനസ്സിലായില്ലേ? ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയിലല്ലേ നമുക്ക് ഇതുപോലെയൊക്കെ വന്ന് പറയാൻ പറ്റത്തുള്ളൂ, അല്ലേ? അതിനല്ലേ ഈ പ്ലാറ്റ്ഫോം തന്നെ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു കേട്ടോ. ബാക്കി വിശേഷങ്ങൾ പിന്നാലെ പറയാം. ഓക്കെ, ബൈ.